വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു കളി. പ്രത്യേകിച്ച് ടോസ് കിട്ടിയപ്പോൾ തന്നെ അവിടെ ഒരു ഡിസിഷൻ തന്നെ പാളി. കാരണം ബാറ്റിങ്ങിനാണ് CSK കുറച്ചും കൂടി പേര് കേട്ടേക്കണേ കമ്പാരിറ്റീവ്ലി ഈ ഒരു സീസണിൽ. ബോളിങ്ങിലൊക്കെ 1-2 മാച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും ബാറ്റിങ്ങിലാണ് കൂടുതൽ ശക്തിയുള്ളതെന്നുള്ളത് നമുക്ക് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ബിഗ് ഹിറ്റർ ആയിട്ടുള്ള സഞ്ജു സാംസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗായ്ക്വാഡ് കുറച്ചു നേരം നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. അതുപോലെ തന്നെ ഉറുയിൽ പട്ടേൽ ബിഗ് ഹിറ്റർ ആണ്. കാർത്തിക് ശർമ്മയാണെങ്കിൽ 2 രീതിയിലും കളിക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ ആണ്. ഈവൻ നമുക്കിപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇന്നലെ കാർത്തിക് ശർമ്മയാണെന്നുണ്ടായിരുന്നു. ഇന്നലെ മാത്യു ഷോട്ട് ആണെങ്കിലും അത്യാവശ്യം അടിക്കുന്നത് തന്നെയാണ്. ഇന്നലെ ഓപ്പണിംഗ് സ്ലോട്ട് കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ശിവൻ ഡൂബെ ആണെങ്കിലോ അല്ലെങ്കിൽ അവസാനത്തോട്ട് അൻഷുൽ കമ്പോജ് വരെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണുള്ളത്. ഇവൻ അഖിൽ ഹസീനെ വേറെ രീതിയിൽ കൂട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിപ്പം രണ്ടുപേരും കൂട്ടാൻ പറ്റില്ല മാത്യു ഷോട്ടിനും, പക്ഷെ എന്നാലും ആ ഒരു 4 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൂട്ടാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബാറ്റിങ്ങിന് തന്നെയാണ് CSK പേര് കേട്ടേക്കണം. ബോളിംഗിൽ ജെമി ഓർട്ടൺ ഇല്ലല്ലോ. ജെമി ഓർട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ കുറച്ചും കൂടി ബൗളിംഗ് ശക്തി ഉണ്ട്. പക്ഷെ ജെമി ഓർട്ടൺ ഇല്ലാത്തൊരു ബൗളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ച് വീക്കാണ് CSKക്ക്. അത് മനസ്സിലാക്കിയിട്ടും ഇന്നലെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാത്ത തന്നെ ഫസ്റ്റ് ഒരു റോങ് ഡെസിഷൻ ആയിട്ട് ചെറുതായിട്ട് തോന്നി. ആൻഡ് ഓക്കെ കുഴപ്പമില്ല, ഫസ്റ്റ് ബാറ്റ് എങ്ങനെയൊക്കെയോ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് 229 റൺസിൽ 4 വിക്കറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വിക്കറ്റുകൾ ഇൻ ബിറ്റ്വീൻ എടുക്കാൻ പറ്റാത്ത തന്നെയാണ് CSKക്ക് ഇന്നലെ GT 200 മേലെ കടന്നതും 229 റൺസിലോട്ട് എത്തിയത്. ചിലപ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് ഇന്നലത്തെ മാച്ചിൽ ഒരു ഇൻ ബിറ്റ്വീൻ വിക്കറ്റുകൾ വന്നിരുന്നെങ്കിൽ ആ ഒരു ബൗളിങ്ങിന്റെ റൊട്ടേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു വിക്കറ്റുകൾ വന്നിരുന്നെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു റിവ്യൂ ഗില്ലൊരു 50 കഴിഞ്ഞ ഉടനെ ഓക്കെ അതിനുശേഷം ജസ്റ്റ് 12-13 റൺസേ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ മൊമെന്റിൽ ഒരു വിക്കറ്റ് വന്നിരുന്നെങ്കിൽ, കാരണം ഗില്ല് 50 അടിച്ചതിന് ശേഷമാണ് സായ് സുദർശൻ അടിച്ചു തുടങ്ങിയത്. അതിന് മുന്നേ വരെ നോർമലി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കുറച്ചും കൂടി ഒന്ന് അടിച്ചു തുടങ്ങിയത്. അപ്പൊ ആ അടിച്ചു തുടങ്ങുന്നത് കുറച്ചൊന്ന് ഡൗൺ ചെയ്യിപ്പിക്കാമായിരുന്നു. അവിടെ ഗില്ലിന്റെ വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ആ ഒരു റിവ്യൂ എടുക്കാത്തത് ഭയങ്കരമായിട്ടുള്ളൊരു റോങ് ആയിട്ടുള്ള ഒരു സംഭവം തോന്നി. അത് ഓക്കെ ആ മാച്ചിന്റെ ഒരു സ്പിരിറ്റിലാണ്, പറയാൻ പറ്റില്ല, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എടുക്കാൻ. പക്ഷെ അതിന്റെ ശേഷം അതിന്റെ ഒരു എഡ്ജ് കാണിച്ചപ്പോഴേ അത് എടുക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ 230 സ്കോർ ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ ആണോ എന്ന് വെച്ചാൽ T20 കാരണം ഇത്രയും നല്ലൊരു ബാറ്റിംഗ് കരുത്തുള്ള ഒരു ടീമിന് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബോൾ തന്നെ സഞ്ജു സാംസൺ ഔട്ട് ഡക്കില്. അത് കഴിഞ്ഞ് വന്ന ഉറുവിൽ പട്ടേലും ഡക്കിൽ ഔട്ട്. ഗായ്ക്വാഡ് ആണെങ്കിൽ കുറച്ചു നേരം പിടിച്ചു നിന്നു. പക്ഷെ ഗായ്ക്വാഡ് ഇന്നലെ ഒരു സ്ട്രോങ് അടിക്കുള്ളൊരു കളി തന്നെയാണ് ഇന്നലെ കളിക്കാൻ നോക്കിയത്. കാരണം ചേസ് ചെയ്യാൻ ഇത്ര വലിയ സ്കോർ ഉണ്ടെന്നുള്ളൊരു മൈൻഡ് ഓൾറെഡി ഉണ്ട്. മാത്യു ഷോട്ട് ആണെങ്കിലും നല്ല രീതിയിൽ അടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരും അടിക്കാനുള്ളൊരു ഇന്റന്റ് വെച്ചാണ് ഇന്നലെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിക്കറ്റുകൾ തീർത്തുര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ പോലും അവിടെ അടിച്ച് ആങ്കർ ഇന്നിങ്സ്, ഒരു സഞ്ജു സാംസന്റെ ടൈപ്പുള്ള ഒരു കളി ഉണ്ടല്ലോ, ആ കളി ഇന്നലെ ആരും കളിക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഇന്നലെ CSK തോക്കാൻ കാരണം. എന്തുകൊണ്ടാ വെച്ചാൽ പവർ പ്ലേ കഴിഞ്ഞ സമയത്ത് തന്നെ 60 മേലെ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ വിക്കറ്റുകൾ കുറവായിരുന്നു, പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 10 ഓവർ കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും വിക്കറ്റുകൾ പോയി, പക്ഷെ സ്കോർ ഉണ്ട്. കാരണം 10.3 ഓവർ ആകുമ്പോഴേക്ക് 116 6 വിക്കറ്റ് പോയേക്കണത്. ശരിക്കും 100 ഓൾറെഡി കടന്നു. ചേസിങ്ങിന്റെ ഒരു പാതയിൽ തന്നെ ഉള്ളത്. പക്ഷെ വിക്കറ്റുകൾ പിന്നീട് അങ്ങോട്ട് അടിച്ച് കളിക്കാനുള്ള ഒരു വിക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല. 6 വിക്കറ്റ് പോകാന്ന് പറയുന്നത് തന്നെ വലിയൊരു ടഫാണ്. അവിടെ ഒരു 1-2 വിക്കറ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈമാണ്, ഈസി ആയിട്ട് ഇന്നലെ കളി ജയിക്കാൻ പറ്റുമായിരുന്നു. കാർത്തിക് ശർമ്മയുടെ റൺഔട്ടും ഒരു വിനയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാർത്തിക് ശർമ്മ ഇപ്പൊ അടുത്ത് കളിച്ച മാച്ചസിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ആള് അടിച്ച് കളിക്കാനും നോക്കുന്നുണ്ട് എല്ലാ മാച്ചസിലും. പക്ഷെ അവിടെയും ഒരു ഫ്ലോപ്പ് സംഭവിച്ചു. അടുത്ത മാച്ചിലേക്ക് നമ്മൾ ഫോം ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ശിവൻ ഡൂബെ ഇന്നലെ ഫോമായി. പക്ഷേ ആ ഫോം ആയതിനും ലോങ് ഇന്നിംഗ്സിലോട്ട് കളിക്കാൻ വേണ്ടി പറ്റിയില്ല. നല്ല സ്ട്രൈക്ക് റേറ്റിൽ അടിയായിരുന്നു, 17-47 എടുത്ത്. പക്ഷെ അത് നീളത്തിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ CSK ഇന്നലെ, അതായത് ഒരു മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ചേസ് നന്നായിട്ട് കാൽക്കുലേറ്റീവ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വരുന്നു, അടിക്കുന്നു, ഔട്ടാവുന്നു, വരുന്നു, അടിക്കുന്നു, ഔട്ടാവുന്നു. ആ ഒരു സ്റ്റേജിലുണ്ടായ ആ മൊമെന്റ് മാച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി GTന്റെ ഭാഗത്ത് നല്ല വെടിക്കെട്ട് കാണാൻ വേണ്ടി പറ്റി 229. അത് കഴിഞ്ഞ് CSK ആണെങ്കിലും 20 ഓവർ ബാറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 14ാമത്തെ ഓവർ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ഓൾ ഔട്ടാണ്. പക്ഷെ അതിന് മുന്നേ നല്ലൊരു അടി അടിച്ചു, നല്ലൊരു വിരുന്നൊരുക്കിയിട്ടുണ്ടായിരുന്നു 6ഉം 4ഉം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈവൻ അൻഷുൽ കമ്പോജ് വരെ അടിപൊളിയായിട്ടുണ്ട്, 6 ഒക്കെ അടിച്ച്. ആ സമയത്ത് ഫാൻസിന് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ CSK ഔട്ടായി എന്ന് മാത്രമല്ല, CSK ടോട്ടലി തന്നെ ഔട്ടായി എന്ന് പറയാം. എലിമിനേറ്റ് ആയി പോയി ഈ സീസണിന്. 3ാമത്തെ ടീം, അതായത് നമ്മുടെ മുംബൈയും LSGക്കും ശേഷം 3ാമത്തെ ടീമായിട്ട് CSKയും അങ്ങനെ ഔട്ടായിരിക്കുകയാണ്. നമ്മൾ എല്ലാ മാച്ചിലും പറയാറുണ്ട് GTയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് GTയുടെ ആദ്യത്തെ ബാറ്റ്സ്മാൻമാരാണ്. അത് ടോപ്പ് ഓർഡറിലിരിക്കുന്ന 3 ബാറ്റ്സ്മാൻമാരായിരുന്നു. ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും കൂടി കളിക്കുന്നുണ്ട്. 4 ബാറ്റ്സ്മാൻ തന്നെ പറയാം. ഈ 4 പേര് ഭയങ്കര സ്ട്രോങ് ആണ്. അതിൽ ഈ ഫസ്റ്റത്തെ 3 പേര് ഡബിൾ സ്ട്രോങ് ആണ്. ശുഭൻ ഗിൽ ആണെങ്കിലും സായ് സുദർശൻ ആണെങ്കിലും ജോസ് ബട്ട്ലർ ആണെങ്കിലും ഇവർ 3 പേരും പെട്ടെന്നൊന്നും വിക്കറ്റ് കൊടുക്കില്ല. അതായത് അവർ 6കളൊക്കെ അടിക്കും, പക്ഷെ അതൊക്കെ അടിക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഇങ്ങനെ കൈയും കണക്കില്ലാണ്ട് 6 അടിക്കില്ല. കൂടുതലും ഗ്രൗണ്ട് ഷോട്ട് ആയിരിക്കും ഉണ്ടാവുക. നല്ല ക്ലാസിക് ആയിട്ടുള്ളൊരു കളിയായിരിക്കും എപ്പോഴും കളിക്കുകയും ചെയ്യുക. ഇന്നലെ അത് തന്നെയാണ് കാണാൻ പറ്റിയത്. GTയുടെ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത് 12 ഓവർ കഴിയുമ്പോഴാണ്. 125 റൺസ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ തന്നെ 125 റൺസ്. ഇവിടെ തന്നെ ഡോമിനന്റ് ആയോ? അവർ ഡോമിനേറ്റ് നന്നായിട്ട് ചെയ്തു CSKനെ. അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കളി എന്തായാലും GTയുടെ കയ്യിൽ തന്നെ ആയിരിക്കില്ല. 37 ബോളിൽ 64 റൺസ് എടുത്തിട്ടാണ് ഗിൽ ഔട്ട് ആവുന്നത്. 7 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞും ബട്ട്ലറിന്റെ കൂടെ ഒരു കിടലും പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ സായ് സുദർശനും
ബട്ട്ലറും കൂടി മുന്നോട്ട് പോയി 207 ആയപ്പോഴാണ് സായി സുദർശൻ ഔട്ട് ആവുന്നത്. 53 ബോളിൽ 84 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 7 4 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം സമയമായിരുന്നു. പക്ഷേ ജോസ് ബട്ട്ലർ ഇന്നലെയും നോട്ട് ഔട്ട് ആയിരുന്നു. 27 ബോളിൽ 57 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 5 4 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശരിക്കും ബൗളിംഗ് യൂണിറ്റിൽ CSKയുടെ ഭാഗത്ത് നിന്ന് ഗുർജപ്നീത് സിംഗും അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് ചൗധരിയും രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും 10 മേലായിരുന്നു കേട്ടോ എക്കണോമി. എല്ലാവരും നല്ല എക്സ്പെൻസീവ് ബൗളേഴ്സ് ആയിരുന്നു. ആരും അങ്ങനെ റൺസ് കൊടുക്കുന്നതിൽ ഒരു പിച്ചത്തരവും കാണിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ അടിച്ചോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 56 റൺസാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ 56 റൺസ് 4 ഓവറിൽ ആ റൺസ് കൊടുത്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് GTക്ക് ഭയങ്കര ഈസിയായി കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സ്പെൻസർ ജോൺസൺ 4 ഓവറിൽ 47 റൺസ് എടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ മുകേഷ് ചൗധരി 4 ഓവറിൽ 36 റൺസ് എടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗുർജപ്നീത് സിംഗ് ആയിരുന്നു ഉള്ളിലെ എക്കണോമി ബോളർ. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 31 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചേസിംഗിന് ഇറങ്ങിയ ചെന്നൈയുടെ തുടക്കം തന്നെ പാളിയിരുന്നായിരുന്നു. CSKയുടെ സ്റ്റാർ ബാറ്റർ ആയിട്ടുള്ള സഞ്ജു സാംസൺ ഫസ്റ്റ് തന്നെ ഡക്ക് അടിച്ചു പോയി. അപ്പോൾ അവിടെ തന്നെ കളി കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. ഇന്നലെ ഓപ്പണിംഗിൽ ഒരു മാറ്റമായിട്ട് വന്നുകൊണ്ട് തന്നെ മാത്യു ഷോട്ടും സഞ്ജു സാംസണാണ് ഇറങ്ങിയത്. അപ്പോൾ മാത്യു ഷോട്ടും ഗായ്ക്കോടും കൂടി കുറച്ചേരം ഒന്ന് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. രണ്ടുപേരും നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടീമിന്റെ ടോട്ടൽ 29 എത്തുമ്പോഴേക്ക് ഗായ്ക്കോഡ് ഔട്ടായി. 7 ബോളിൽ 16 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഗായ്ക്കോഡ്. ഒരു 4 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഉറുവിൽ പട്ടേൽ ഡക്ക് അടിച്ച് പോവുകയും ചെയ്തു. മാത്യു ഷോട്ട് ഇന്നലെ ഓപ്പണിംഗിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആൾ അത്യാവശ്യം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്കൊന്ന് ഇതിന് മുന്നേ ആളെ ഒന്ന് ട്രൈ അടിക്കായിരുന്നു ഇതുപോലെ ഓപ്പണിംഗ് സ്ലോട്ടിൽ. കാരണം കഴിഞ്ഞ തവണ ഏതോ പ്രാവശ്യം മിഡിൽ ഓർഡറിൽ ട്രൈ അടിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ശരിക്കും ഒന്ന് മുന്നോട്ട് കയറ്റി ഇറക്കിയിരുന്നത് ചിലപ്പം ചില മാച്ചസ് ഒക്കെ ജയിക്കാൻ പറ്റുമായിരുന്നു. കോമ്പിനേഷൻസ് ഒക്കെ ലാസ്റ്റിലോട്ട് എത്തുമ്പോഴേക്കാണ് ശരിയായി വരുന്നത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ നന്നായിരിക്കില്ലേ. ഷോട്ട് 14 ബോളിൽ 24 റൺസാണ് എടുത്തത്. 3 4 1 6 അടിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക് ശർമ്മ അടിച്ചു തുടങ്ങുമ്പോഴേക്ക് ഔട്ടായി, റൺ ഔട്ട് ആവാണ് ചെയ്തത്. 15 ബോളിൽ 19 റൺസാണ് എടുത്തത്. 3 4 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേവിസ് ഇന്നലെ തട്ടിക്കളിച്ച സമയത്ത് ശിവൻ ഡോബെ വെടിക്കെട്ടായിരുന്നു. 27 ബോളിൽ 47 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4 4 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 260 മേലായിരുന്നു ഇന്നലെ സ്ട്രൈക്ക് റേറ്റ്. സൂപ്പർ സ്ട്രൈക്കർ തന്നെയായിരുന്നു ശിവൻ ഡോബെ. അതായത് ആർച്ചാമയുടെ ആറാട്ട് ഇന്നലെയാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഇതിന് മുന്നേയുള്ള മാച്ചസിലൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് വന്നില്ല. ഇന്നലെ അത് കാണിച്ചു, പക്ഷെ ഇന്നലെ അതിനെ കൊണ്ട് ഗുണം ഉണ്ടായില്ല. ആ ഒരു സ്കോർ അടിച്ചെങ്കിലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയായിരുന്നു ചെന്നൈക്ക് ഇന്നലെ ഫ്ലോപ്പ് ആയി. അവസാനത്തോട്ട് ഇറങ്ങി അൻഷുൽ കമ്പോജ് വരെ ഒന്ന് ട്രൈ അടിച്ചു. 8 ബോളിൽ 19 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 2 6 കൂടി 237 ആയിരുന്നു അവരുടെ സ്ട്രൈക്ക് റേറ്റ്. അൻഷുൽ കമ്പോജ് കളിക്കുന്ന സമയത്ത് വിചാരിച്ചു അൻഷുൽ കമ്പോജ് ആയിട്ട് കളി ജയിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അടിയായിരുന്നു ശരിക്കും ആൾ അടിച്ചോണ്ടിരുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ GT ബോളേഴ്സിൽ ഏറ്റവും അടിപൊളിയായിട്ട് ബോൾ എറിഞ്ഞത് മുഹമ്മദ് സിറാജ് തന്നെയാണ്. കാരണം 3 ഓവറിൽ 26 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല എക്കണോമിയിലായിരുന്നു ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല അടുത്ത 3 വിക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റുകളാണ്. സഞ്ജു സാംസൺ, ഋതുരാജ് ഗായ്ക്കോഡ്, അതുപോലെ ഉർവിൽ പട്ടേൽ. സിറാജിനെ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ റബാഡയും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ഓവർ 4 ബോൾ ആൾ ചെയ്ത സമയത്ത് 32 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ബോളേഴ്സിനും കട്ട സപ്പോർട്ട് ചെയ്തിട്ട് റാഷിദ് ഖാനും ബോൾ ചെയ്തു. 2 ഓവറിൽ 18 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സീസണിൽ ശരിക്ക് ഏറ്റവും നല്ല വിന്നിംഗ് നടത്തിയതും CSK തന്നെയാണ്. അതായത് ഹയസ്റ്റ് ആയിട്ടുള്ള വിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോസ്റ്റും CSKയുടെ തന്നെയാണെന്ന് വേണം പറയാം. കാരണം 89 റൺസിന്, അതായത് CSKയുടെ ഏറ്റവും വലിയ ലോസ്റ്റ് ആണെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയേക്കണേ ആ ഒരു ബാറ്റിംഗ് ഓർഡേഴ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. വന്നവരൊക്കെ അവിടെയൊക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ടായിരുന്നു. കോമ്പിനേഷൻസ് ഒക്കെ ശരിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബൗളിംഗിൽ അത്ര സ്ട്രോങ് അല്ല, ഇപ്പോഴും മൂർച്ച കുറവാണ്. ആ ഒരു മൂർച്ചയൊക്കെ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള, അതായത് ഈ സീസണിലല്ല അടുത്ത സീസണിലെങ്കിലും കുറേ മാറ്റങ്ങളുമായിട്ട് CSK വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉള്ളവരെ ഫുള്ളി മാറ്റണമെന്നില്ല. ആ ഉള്ളവരൊന്ന് തേച്ച് മിനുക്കി അതുകൂടാണ്ട് ആരൊക്കെ ഇനി ആഡ് ചെയ്യണമെന്നും ആരൊക്കെ ഇനി കളയണം എന്നൊക്കെ നോക്കിക്കൊണ്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീമായിരിക്കും CSK. കാരണം ഇത്തവണ അധികം വലിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ലാണ്ടാണ് CSK വന്നിട്ടുള്ളത്. ആകെ സഞ്ജു സാംസണും ഗായ്ക്കോഡൊക്കെയാണ് ടീമിലുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. GTയുടെ ഇന്നലത്തെ കളി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള കളി തന്നെയായിരുന്നു. ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഒരു വകയ്ക്ക് വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള കിടിലൻ കളി കളിച്ചുകൊണ്ട് തന്നെ അവർ പെർഫെക്റ്റ്ലി ക്വാളിഫൈഡ് ആണ്. ക്വാളിഫയർ ആവാൻ വേണ്ടിയിട്ട് ഓൾറെഡി ക്വാളിഫയർ ആയവർ ഒന്നും കൂടി ക്വാളിഫൈഡ് ആയി. ഇന്നലത്തെ ആ ഒരു മാച്ചോട് കൂടി ഒന്നും കൂടി അവർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ഈ ഒരു മാച്ച് ജയിച്ചോടുകൂടി അതും വലിയ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്വാളിഫയർ മാച്ചസിൽ കാണാം GTയുടെ പെർഫോമൻസ്. GTയുടെ മാച്ചും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനിയുള്ള മാച്ചസും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.